സാധനങ്ങൾ. ഒന്നാമതായി പഴങ്ങൾ. ഗലാത്യർ 5:22 കാണുന്ന 9 തരം ഫലങ്ങൾ ഓരോന്ന് വീതം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, തേജയം. രണ്ടാമതായി പാൽ. 1 പത്രോസ് 2:2 നിന്നും 2 ലിറ്റർ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. മൂന്നാമതായി തേൻ. സങ്കീർത്തനം 19:10 നിന്ന് ആവശ്യാനുസരണം എടുത്ത് അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും കട്ടയിലും മധുരമുള്ളവ. നാലാമതായി പ്രത്യാശ, ആവശ്യത്തിന്. അഞ്ചാമതായി പ്രാർത്ഥന, അളവ് കൂടുന്തോറും രുചിയേറും. ആറാമതായി വിശുദ്ധി, കേടുകൂടാതെ ഇരിക്കുന്നതിന് പാകത്തിന് എടുക്കുക. ഇത് പാകം ചെയ്യുന്ന വിധം: വിശ്വാസം എന്ന വിശുദ്ധ പാത്രത്തിൽ വചനമാകുന്ന പാൽ ഒഴിച്ച് നിർവ്യാജ സ്നേഹമാകുന്ന അടുപ്പിൽ വെച്ച് പരിശുദ്ധാത്മാവാകുന്ന തീ കത്തിച്ച് നന്നായി തിളപ്പിക്കുക. തിളച്ച ശേഷം ആത്മാവിന്റെ ഫലമായ 9 കൂട്ടം പഴങ്ങൾ ചേർക്കുക. നീതി പ്രവൃത്തിയാകുന്ന തവി കൊണ്ട് നന്നായി ഇളക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: പാപം അടിക്ക് കട്ട പിടിക്കാതെ നോക്കുക. തേൻ ആവശ്യത്തിന് ചേർത്ത് ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയാകുന്ന ചേരുവ ഇടവിടാതെ ചേർത്തുകൊണ്ടിരിക്കണം. പഴങ്ങൾ പാകമായി വരുമ്പോൾ നന്നായി പ്രത്യാശ ചേർത്ത് അടുപ്പിൽ നിന്ന് വാങ്ങി തണുക്കുവാൻ വയ്ക്കുക. തണുത്ത ശേഷം നന്മയാകുന്ന അടപ്പ് പാത്രം കൊണ്ട് അടച്ചു വെക്കുക. ഇത് നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡിയായി. തണുത്ത ശേഷം വചനമാകുന്ന സ്പൂൺ കൊണ്ട് കോരി കുടിക്കുക. ഇത് കുടുംബസമേതം ദിനം തോറും ഭക്ഷിക്കുക. സ്നേഹിതർക്കും അയൽക്കാർക്കും ദാനമായി കൊടുക്കുക. ഇത് അലസത കൂടാതെ കഴിച്ചാൽ ആത്മീകമായി നല്ല ഉന്മേഷവും പ്രസരിപ്പും മുഖകാന്തിയും ലഭിക്കും. പ്രത്യേക അറിയിപ്പ്: ഇതിന് ആവശ്യമായ സാധനങ്ങൾ കാൽവരി കുന്നിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സൗജന്യമായി ലഭിക്കുമെന്നാണ്. ഇതിൽ ജഡത്തിന്റെ പ്രവൃത്തി ഒട്ടും കലരാതെ സൂക്ഷിക്കണം. എൻ്റെ ഭാവനയാണ് നിർത്തുന്നത്.